ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ അക്കാദമിക് ഇയറിൽ പാസ് ഔട്ട് ആയിട്ടുള്ള നഴ്സുമാരുടെ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് അവർ എക്സ്പീരിയൻസ് നേടേണ്ടത്, എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ വീഡിയോ ചെയ്തു. അതിന് സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. നമ്മൾ കഴിഞ്ഞ പാർട്ടിനകത്ത് പറഞ്ഞു നിർത്തിയത് എൻക്ലസർ എക്സാമിന് വേണ്ടിയിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ എൻക്ലസർ എക്സാം പഠിച്ചിറങ്ങി വന്ന് പാസ്സായി, പക്ഷേ ഓൾറെഡി ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിനൊപ്പം എൻക്ലസർ പഠിച്ചവരുണ്ടെങ്കിൽ അവർ എല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നിങ്ങളുടെ ഓപ്ഷനിലേക്ക് വരത്തുള്ളൂ. ഈ ഒരു എക്സാമിലൂടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കയറി പോകാനായിട്ട് ചാൻസസ് കിട്ടത്തുള്ളൂ. അപ്പം എൻക്ലസർ പഠിച്ച ഉടനെ തന്നെ US-ലും കാനഡയിലും ഒന്നും ജോലി കിട്ടണം എന്നില്ല. 6-7 മാസമായിട്ട് എൻക്ലസർ എക്സാം പാസ്സായിട്ട് കാനഡയിൽ ജോലിക്ക് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളും പാരൻസും എനിക്കറിയാം. അപ്പം അതായത് അതൊരു പർട്ടിക്കുലർ പ്രൊഫൻസ് ഒക്കെ പറയുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം എൻക്ലസർ നല്ലതാണ്, പക്ഷെ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ നിങ്ങൾക്ക് പോയിട്ട് ജോയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഗൾഫിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. ഗൾഫിലേക്ക് പോകാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. ഞാൻ പറയുന്നത് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത്, യൂണിവേഴ്സിറ്റി കോളേജുകളിലും അല്ലെങ്കിൽ ഡിഫൻസ് ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള ക്വാളിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ്. അപ്പോൾ ഗൾഫിൽ പോകുന്നത് നല്ലതാണ്, കാരണം നിങ്ങൾക്ക് നല്ല സാലറി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് യാതൊരു ചിലവില്ല, ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നില്ല. ഇപ്പോൾ ഗൾഫിലെ ജോലിയാണ് ഏറ്റവും നല്ലത്. പിന്നെ കറക്റ്റ് ടൈമാണ്. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ, 9ാമത്തെ മണിക്കൂർ ചെയ്താൽ തന്നെ അതിനുള്ള ചിലയിടത്ത് ഓവർ ടൈമിനുണ്ട്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ എടുത്ത ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരൊരു ഓഫ് ഡേ നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഗൾഫിലെ വർക്ക് ആക്ച്വലി നല്ലതാണ്, പക്ഷേ ഫ്രഷേഴ്സിനില്ല. അതൊരു 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് അവിടെ ജോബ് കിട്ടുക. അപ്പോൾ പലപ്പോഴും അവർ ഈ റെസ്യൂമിൽ, അതായത് അവരുടെ ബയോഡേറ്റ റിസീവ് ചെയ്യുന്നത് പോലും പല ഹോസ്പിറ്റലുകളും 5 വർഷമൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് കൂടി അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം ചെല്ലുന്തോറും. അപ്പം അതുകൊണ്ട് എക്സ്പീരിയൻസ് എടുക്കുക. അതുകൊണ്ട് എക്സ്പീരിയൻസ് മസ്റ്റാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലാതെ ഗൾഫിൽ പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. ചില ഏജൻസികൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും 1 വർഷം മതി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ എക്സാമിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തന്നെ 1 വർഷം വേണം. അപ്പോൾ ഒരു ഹാർഡ് പ്രോമെട്രിക് അല്ലെങ്കിൽ ഒരുപാട് ഗൾഫിന് എക്സാം, ഇങ്ങനത്തെ ഒരുപാട് എക്സാമുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള എക്സാം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 1 വർഷം വേണം. അപ്പോൾ അതുകൊണ്ട് 1 വർഷം മുൻപേ ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെ വന്നാലും കൊണ്ടുപോകുന്ന പ്രൈവറ്റിലേക്കായിരിക്കാം ചിലപ്പോൾ മേ ബി നിങ്ങൾ കൊണ്ടുപോകുക. അപ്പോൾ അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ ഇവിടെ 4 ലക്ഷം 5 ലക്ഷം കൊടുത്തിട്ടാണ് പലരും പ്രൈവറ്റിൽ പോയിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു ജോലി കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു സാലറി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സെക്യൂരിറ്റിയും ഒന്നും അവരുടെ പ്രൊഫൈലിൽ പറയുന്നില്ല. അപ്പോൾ അവരുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് നിങ്ങൾക്ക് അത്തരത്തിൽ കിട്ടുന്ന ഹോസ്പിറ്റലുകളെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. അവർ പറയുന്ന സാലറി അവിടെ തരണമെന്നില്ല. അതുപോലെ തന്നെ അവർ അക്കോമഡേഷൻ തരുമായിരിക്കും, ഫുഡ് ഉണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, പ്രശ്നങ്ങളെല്ലാം ഇതിനകത്ത് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഏജൻസികൾ പറയുന്നത് വിശ്വസിക്കാതെ നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അത് അവരുടെ ബിസിനസ്സാണ്, അവരുടെ ജീവിതമാർഗ്ഗമാണ്. അപ്പം അതിനുവേണ്ടി അവരുടേതായിട്ടുള്ള രീതികളിലെല്ലാം മാർക്കറ്റിംഗ് ചെയ്യും. ഇത് നിങ്ങളുടെ ഭാവിയാണ്, നിങ്ങൾ അതുകൊണ്ട് പോയിട്ട് കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പറയാൻ കാരണം നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റുഡൻസും പാരൻസും നഴ്സിംഗ് കുട്ടികളും വന്നിട്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിറങ്ങി അപ്പോൾ തന്നെ ഒരു എക്സ്പീരിയൻസിന് കയറി നിങ്ങൾ നിങ്ങളുടെ ഒരു എവിടെയെങ്കിലും ഒരു സ്റ്റാഫായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോഴാണ്, ഇപ്പോഴത്തെ കേരളത്തിലാണ് നിങ്ങൾ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ കേരളത്തിൻ്റെ രജിസ്ട്രേഷൻ, അതായത് നമ്മൾ പഠിച്ച സ്റ്റേറ്റിൽ ഒരു രജിസ്ട്രേഷൻ വേണം, അതായത് ബേസിക് രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ കിട്ടുന്ന അന്ന് മുതലാണ് നിങ്ങൾ രജിസ്റ്റേർഡ് നഴ്സ് ആകുന്നത്. അപ്പം അന്ന് മുതൽ വർക്ക് ചെയ്യുന്നതിനെയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം അതിന് മുൻപുള്ളത് നിങ്ങൾ ട്രെയിനിയാണ്. ഒരു കോഴ്സ് പാസ്സായി കഴിയുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് അന്വേഷിച്ച് തുടങ്ങാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചിലപ്പോൾ അവിടെ ട്രെയിനി ആയിട്ടൊക്കെ തന്നെയാവും ഇരിക്കുക. പക്ഷേ ഈ രജിസ്ട്രേഷൻ കാണിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾ രജിസ്റ്റേർഡ് നഴ്സ് ആകുന്നത്. അപ്പോൾ ഈ രജിസ്റ്റേർഡ് നഴ്സിംഗ് ആയിട്ട് എത്ര വർഷം വർക്ക് ചെയ്തു, അതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസുകൾ നമുക്ക് വേണം. അപ്പം അതുകൊണ്ട് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കുക, ട്രെയിനി അല്ല സ്റ്റാഫ് നഴ്സ് ആണ് എന്നുള്ള ഉറപ്പുള്ളിടത്ത് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. കേരളത്തിൽ മാത്രം ജോയിൻ ചെയ്യണം എന്നില്ല. ചില പാരൻസ് അയർലാൻഡിലും UK ഒക്കെ പിള്ളേരെ വിടുന്നതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. പക്ഷെ കേരളത്തിന് പുറത്ത് ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ അവരെ വിടില്ല. പക്ഷെ കേരളത്തിൽ കിടന്ന് ഭയങ്കര പണി, രാത്രി പകലെല്ലാം പണിയെടുത്തതിന് ശേഷം അവർക്ക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റും ദയവ് ചെയ്ത് പിള്ളേരുടെ
കൊടുക്കാത്തൊരു സിറ്റുവേഷൻസുകളുണ്ട്. അപ്പോൾ പിള്ളേരുടെ ഫ്യൂച്ചർ വെച്ച് കളിക്കരുത് എന്നാണ് എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്. അപ്പോൾ അവർക്ക് കേരളത്തിന് പുറത്ത് ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. അതുപോലെ തന്നെ NIBHS, അതുപോലെ JC അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾ അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ, അതുപോലെ മുംബൈയിലെ ഉള്ള ഹോസ്പിറ്റലുകളുണ്ട്, അതുപോലെ പൂനെ, ഡൽഹി, ഇവിടെ എല്ലാം നല്ല ഹോസ്പിറ്റലുകളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം സാലറി ഉണ്ട്. ഒരു ഫ്രഷറിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് ഒരു 21 അല്ലെങ്കിൽ 25 ഒക്കെയാണ് നോർമലി അവർക്ക് കിട്ടുന്നത്. അതുപോലെ ചില ഹോസ്പിറ്റലുകളെല്ലാം 25 അല്ലെങ്കിൽ 30 ലെവലിലൊക്കെ കൊടുക്കുന്നുണ്ട്. മുംബൈയിലൊക്കെയുള്ള ഒരു ആക്ച്വൽ ഒരു സാലറിയാണെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നല്ലൊരു സാലറി കിട്ടുന്ന ഔട്ട്സൈഡ് ഓഫ് കേരള നിങ്ങൾ പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സാലറി, നല്ലൊരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും തന്നെ ചില ഹോസ്പിറ്റലുകളെല്ലാം ഒരു 30, 32 എല്ലാം കിട്ടുന്ന ഹോസ്പിറ്റലുകളും ഉണ്ട്. ഒരുപാട് നഴ്സിംഗ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ പഴയതുപോലെ അങ്ങനെ കൂടാൻ ചാൻസസ് ഇല്ല. പക്ഷെ എനിവേ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു 20 ആണെങ്കിലും നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലാണെങ്കിൽ ഒരു 7, 8 ഒക്കെയാണ് നോർമലി കൊടുക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ 1,00,000 രൂപയുടെ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകതയും കൂടി. എങ്കിൽ പോലും നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് നല്ല സ്പേസ് അല്ല കേരളം എന്ന് നിങ്ങളൊരു മനസ്സിലാക്കുക. പുറത്താണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടും, അവർക്ക് ലാംഗ്വേജും ഇമ്പ്രൂവ് ആവും. ഇതാവും പുറത്തെ സൊസൈറ്റി ആയിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യാനും ഒരു പ്രത്യേക രീതിയിൽ നിന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയി പിള്ളേരും അവരുടേതായിട്ടുള്ള ഒരു ലൈഫിലേക്ക് എത്താനായിട്ട് പുറത്തേക്ക് കുട്ടികളെ വിടാനാണ് ഞാൻ പാരൻസിനോട് പറയുക എപ്പോഴും. കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പോയി നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്കപ്പോൾ കേരള രജിസ്ട്രേഷൻ കൊണ്ട് നിങ്ങൾക്കിപ്പോൾ മുംബൈയിൽ പോയി അല്ലെങ്കിൽ നിങ്ങൾ ചെന്നൈയിൽ പോയി അവിടെ പോയിട്ട് നിങ്ങൾ 2, 3, 4 വർഷം ചെയ്താലും ചിലപ്പോൾ അവിടെ ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ആണ് അവർ തരിക. കാരണം നിങ്ങൾക്ക് ആ സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ ഏത് സ്റ്റേറ്റിൽ ചെന്നാലും ആ സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യണം. അപ്പോൾ രജിസ്ട്രേഷൻ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓരോ സ്റ്റേറ്റിൻ്റെയും രജിസ്ട്രേഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ട് വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു മുംബൈനകത്താണെങ്കിലും ഒരു 2 വർഷം നിങ്ങൾ വർക്ക് ചെയ്തു, പക്ഷെ രജിസ്ട്രേഷൻ ചെയ്യാത്തത് കൊണ്ട് ഒരു കുട്ടിക്ക് അവിടെ നിന്ന് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് കൊടുത്തുവിടുന്നത്. പ്രിസൺലി ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ രജിസ്ട്രേഷൻ അറ്റ് എ ടൈം നിങ്ങൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടാൻ നിങ്ങൾ വർക്ക് ചെയ്ത അന്ന് മുതൽ അവിടെ രജിസ്ട്രേഷനായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾ രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ അവിടുത്തെ സ്റ്റാഫ് നേഴ്സായിട്ട് മാറും. അപ്പോൾ എവിടെയെല്ലാം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രജിസ്ട്രേഷൻ മാറുന്നതുകൊണ്ട് അതുകൊണ്ട് പഠിച്ചിറങ്ങി ഉടനെ തന്നെ എക്സ്പീരിയൻസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് എടുക്കുക, അതിനൊപ്പം പഠിക്കുന്നതിന് ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ്, അതായത് ഇപ്പം നിങ്ങൾ മറ്റുള്ള IELTS പോലെയുള്ള കോഴ്സുകൾ, ജർമ്മൻ പോലെയുള്ള കോഴ്സുകൾ പഠിക്കുന്നതൊക്കെ നല്ലത് എൻക്ലസറിനാണ് പഠിക്കാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുക. എൻക്ലസർ പഠിക്കുന്നതിന് വേണ്ടി ഒരു അക്കാദമിക്കലോ യൂണിവേഴ്സിറ്റികളോ ഒന്നും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 1 വർഷം 1.5 വർഷമൊക്കെ നിങ്ങൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കണ്ട് നോർമൽ നിങ്ങളുടെ ഒരു നോളജ് ഇമ്പ്രൂവ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. നോർമലി ഒരു 50,000, 60,000 ഒക്കെയാണ് നമുക്ക് ഒരു എൻക്ലസർ എക്സാം എഴുതാനായിട്ട് വരുന്നത്. ഇപ്പോൾ എൻക്ലസറിൻ്റെ മോഡലൊക്കെ വെച്ചിട്ട് നിങ്ങൾ എൻക്ലസർ ഞാൻ പഠിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻക്ലസറിൻ്റെ മോഡലാണ് ഇപ്പോൾ എയിംസിൻ്റെയും ഒക്കെ അതുപോലെ എക്സാംസുകളിലൊക്കെ, അതുപോലെ റെയിൽവേയുടെ എക്സാംസുകളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു എൻക്ലസർ എക്സാമിൻ്റെ പാറ്റേൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒത്തിരി പിള്ളേർ ഈ ഔട്ട്സൈഡിലേക്ക് പോകുന്നത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒത്തിരി നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എയിംസ്, റെയിൽവേ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാംസുകളൊക്കെ നിങ്ങൾ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം പാസ് ഔട്ട് ആവുന്ന പിള്ളേർ ഈ ഏജൻസിക്കാർ, അതായത് പാസ് ഔട്ട് ആകുന്ന പിള്ളേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. നഴ്സിംഗ് കോളേജിനേക്കാൾ കൂടുതൽ ഏജൻസികളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ പലപ്പോഴും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് ഇവിടെ എല്ലാം ഒന്നും പെട്ടുപോകുന്നത്. അപ്പോൾ ഇതിന് സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നല്ലൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് എക്സ്പീരിയൻസ് എടുക്കാൻ നോക്കുക. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾ ഒരു പ്രൊഫഷണലിസം ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തുകൊണ്ട് നല്ലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസൈറ്റ് 360 ആപ്പിൻ്റെ മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഈ വീഡിയോയുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്യാവുന്നതാണ്.